നമസ്കാരം സുഹൃത്തുക്കളെ, PSC മലയാളം GKയുടെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൃദയസ്പന്ദനം തുലനം ചെയ്യുന്ന ഹോർമോൺ ആണ് അഡ്രിനാലിൻ. അഡ്രിനാലിൻ ആണ് ഹൃദയസ്പന്ദനം തുലനം ചെയ്യുന്ന ഹോർമോൺ. ശകവർഷത്തെ ദേശീയ കലണ്ടറായി അംഗീകരിച്ചത് എന്ന്? 1957 മാർച്ച് 22. 1957 മാർച്ച് 22 ആണ് ശകവർഷത്തെ ദേശീയ കലണ്ടറായി അംഗീകരിച്ചത്. 1909 ഇന്ത്യൻ കൗൺസിൽ ആക്ട് അറിയപ്പെടുന്നത് എങ്ങനെ? മിന്റോ-മോർലി പരിഷ്കാരം. മിന്റോ-മോർലി പരിഷ്കാരം എന്നാണ് 1909 ഇന്ത്യൻ കൗൺസിൽ ആക്ട് അറിയപ്പെടുന്നത്. രാജാപാളയം എന്നത് എന്തിന്റെ ഇനം ആണ്? നായ. നായയുടെ ഇനം ആണ് രാജാപാളയം എന്നത്. രാജീവ് ഗാന്ധി തെർമൽ പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ? കായംകുളം. കായംകുളത്ത് ആണ് രാജീവ് ഗാന്ധി തെർമൽ പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. ജയപ്രകാശ് നാരായണൻ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെ? പാറ്റ്ന. പാറ്റ്നയിൽ ആണ് ജയപ്രകാശ് നാരായണൻ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. ഏത് നദിയുടെ തീരത്താണ് ഒഡീഷയിലെ കട്ടക്ക് നഗരം സ്ഥിതി ചെയ്യുന്നത്? മഹാനദി. മഹാനദിയുടെ തീരത്ത് ആണ് ഒഡീഷയിലെ കട്ടക്ക് നഗരം സ്ഥിതി ചെയ്യുന്നത്. എത്രാമത് സെൻസസ് ആണ് 2011 നടന്നത്? ഏഴാമത്. ഏഴാമത് സെൻസസ് ആണ് 2011 നടന്നത്. LIC അഥവാ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ദേശസാൽക്കരിച്ചത് ഏതു വർഷം? 1956. 1956 ആണ് LIC അഥവാ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ദേശസാൽക്കരിച്ചത്. എവിടുത്തെ സെക്രട്ടേറിയറ്റ് ആണ് റൈറ്റേഴ്സ് ബിൽഡിംഗ് എന്ന് അറിയപ്പെടുന്നത്? മധ്യപ്രദേശ്. മധ്യപ്രദേശിന്റെ സെക്രട്ടേറിയറ്റ് അറിയപ്പെടുന്ന പേര് ആണ് റൈറ്റേഴ്സ് ബിൽഡിംഗ് എന്ന്. കൊച്ചിൻ ഷിപ്പ്യാർഡിന് നിർമ്മാണ സഹായം നൽകിയ രാജ്യം? ജപ്പാൻ. ജപ്പാൻ ആണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മാണത്തിന് സഹായം നൽകിയ രാജ്യം. അവിവാഹിതരായ അമ്മമാർക്കും വിധവകൾക്കും ആയുള്ള കേരള സർക്കാരിന്റെ സ്വയം തൊഴിൽ പദ്ധതി ആണ് ശരണ്യ. അവിവാഹിതരായ അമ്മമാർക്കും വിധവകൾക്കും ആയുള്ള കേരള സർക്കാരിന്റെ സ്വയം തൊഴിൽ പദ്ധതി ആണ് ശരണ്യ. ഓണത്തെ ദേശീയോത്സവമായി പ്രഖ്യാപിച്ച വർഷം? 1961. 1961 ആണ് ഓണത്തെ ദേശീയ ഉത്സവമായി പ്രഖ്യാപിച്ചത്. TK മാധവൻ 1915 സ്ഥാപിച്ച പത്രം ആണ് ദേശാഭിമാനി. TK മാധവൻ 1915 സ്ഥാപിച്ച പത്രം ആണ് ദേശാഭിമാനി. ഈഴവ മെമ്മോറിയൽ തിരുവിതാംകൂർ രാജാവിന് സമർപ്പിച്ച വർഷം? 1896. 1896 ആണ് ഈഴവ മെമ്മോറിയൽ തിരുവിതാംകൂർ രാജാവിന് സമർപ്പിക്കപ്പെട്ട വർഷം. സാരഗ്രാഹി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച നവോത്ഥാന നായകൻ? ബ്രഹ്മാനന്ദ ശിവയോഗി. ബ്രഹ്മാനന്ദ ശിവയോഗി ആണ് സാരഗ്രാഹി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച നവോത്ഥാന നായകൻ. അൻഷി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കർണാടക. കർണാടകയിൽ ആണ് അൻഷി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. വലിയ ഭിന്നതയുടെ വർഷം എന്നറിയപ്പെടുന്നത്? 1921. 1921 ആണ് വലിയ ഭിന്നതയുടെ വർഷം എന്ന് അറിയപ്പെടുന്നത്. ടോൾസ്റ്റോയിയുടെ ഭവനമായ യാസ്നയ പോളിയാന ഏത് രാജ്യത്താണ്? റഷ്യ. റഷ്യയിൽ ആണ് ടോൾസ്റ്റോയിയുടെ ഭവനം ആയ യാസ്നയ പോളിയാന സ്ഥിതി ചെയ്യുന്നത്. ലോകത്തെ ഏറ്റവും പഴക്കമുള്ള തലസ്ഥാന നഗരം ആണ് ദമാസ്കസ്. സിറിയയുടെ തലസ്ഥാന നഗരമായ ദമാസ്കസ് ആണ് ലോകത്തെ ഏറ്റവും പഴക്കമുള്ള തലസ്ഥാന നഗരം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റേഡിയം ഏത്?
സാൾട്ട് ലേക്ക് സ്റ്റേഡിയം, കൊൽക്കത്ത. കൊൽക്കത്തയിൽ സ്ഥിതി ചെയ്യുന്ന സാൾട്ട് ലേക്ക് സ്റ്റേഡിയം ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റേഡിയം. സ്കീയിങ്ങിൽ അന്താരാഷ്ട്ര മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആണ് അഞ്ജൽ താക്കൂർ. അഞ്ജൽ താക്കൂർ ആണ് സ്കീയിങ്ങിൽ അന്താരാഷ്ട്ര മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത. വെങ്കല മെഡൽ ആണ് അഞ്ജൽ താക്കൂറിന് ലഭിച്ചത്. എമു പക്ഷിയുടെ മുട്ടയുടെ നിറം പച്ച. പച്ച നിറത്തിൽ മുട്ടയിടുന്ന പക്ഷി ആണ് എമു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ബാംഗ്ലൂർ. ബാംഗ്ലൂരിൽ ആണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥിതി ചെയ്യുന്നത്. ഏത് നദിയിൽ ആണ് മേട്ടൂർ ഡാം സ്ഥിതി ചെയ്യുന്നത്? കാവേരി. കാവേരി നദിയിൽ ആണ് മേട്ടൂർ ഡാം സ്ഥിതി ചെയ്യുന്നത്. ശ്രീരംഗപട്ടണം കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെ? കർണാടകയിൽ. കർണാടകയിൽ ആണ് ശ്രീരംഗപട്ടണം കോട്ട സ്ഥിതി ചെയ്യുന്നത്. നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത് എവിടെ? ന്യൂഡൽഹി. ന്യൂഡൽഹിയിൽ ആണ് നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത്. ഏതു വർഷം ആണ് വന മഹോത്സവം ആരംഭിച്ചത്? 1950. 1950 ആണ് വന മഹോത്സവം ആരംഭിച്ചത്. ക്രൈസ്തവ കാളിദാസൻ എന്നറിയപ്പെടുന്നത് ആരെ? കട്ടക്കയം ചെറിയാൻ മാപ്പിള. കട്ടക്കയം ചെറിയാൻ മാപ്പിളയെ ആണ് ക്രൈസ്തവ കാളിദാസൻ എന്ന് അറിയപ്പെടുന്നത്. തമിഴ്നാട്ടിലെ ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത തിരുവിതാംകൂറുകാരനാണ് ജി രാമചന്ദ്രൻ. ജി രാമചന്ദ്രൻ ആണ് തമിഴ്നാട്ടിലെ ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത തിരുവിതാംകൂറുകാരൻ. ക്ഷയരോഗം മൂലം അന്തരിച്ച മലയാള കവി ആണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ആണ് ക്ഷയരോഗം മൂലം അന്തരിച്ച മലയാള കവി. പേപ്പട്ടി വിഷബാധ മൂലം മരിച്ച മലയാള കവി ആണ് കുഞ്ചൻ നമ്പ്യാർ. പേപ്പട്ടി വിഷബാധ മൂലം മരിച്ച മലയാള കവി ആണ് കുഞ്ചൻ നമ്പ്യാർ. എന്നാൽ ബോട്ട് മുങ്ങി മരിച്ചത് കുമാരൻ ആശാൻ ആണ്. ബോട്ട് മുങ്ങി മരിച്ചത് കുമാരൻ ആശാൻ. ബഹിരാകാശത്ത് ജന്മമെടുത്ത ആദ്യ ജീവി ആണ് പാറ്റ. പാറ്റ ആണ് ബഹിരാകാശത്ത് ജന്മമെടുത്ത ആദ്യ ജീവി. പേശികളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എങ്ങനെ? മായോളജി. മായോളജി എന്നാണ് പേശികളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. അധ്യാപന ശാസ്ത്രത്തെ അറിയപ്പെടുന്നത് എങ്ങനെ? പെഡഗോജി. പെഡഗോജി എന്നാണ് അധ്യാപന പഠനശാസ്ത്രത്തെ അറിയപ്പെടുന്നത്. രക്തസംചരണം കണ്ടുപിടിച്ചത് ആര്? ജീൻ ബാപ്റ്റിസ്റ്റ ഡെന്നിസ്. ജീൻ ബാപ്റ്റിസ്റ്റ ഡെന്നിസ് ആണ് രക്തസംചരണം കണ്ടുപിടിച്ചത്. എന്നാൽ രക്തസംക്രമണം കണ്ടുപിടിച്ചത് വില്യം ഹാർവേ. വില്യം ഹാർവേ ആണ് രക്തസംക്രമണം കണ്ടുപിടിച്ചത്. രക്തസംചരണം കണ്ടുപിടിച്ചത് ജീൻ ബാപ്റ്റിസ്റ്റ ഡെന്നിസ്. ഏറ്റവും ഉച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കാൻ കഴിവുള്ള ജീവി ആണ് ടൈഗർ പിസ്റ്റോൾ ഷ്രിമ്പ്. ഒരിനം ചെമ്മീൻ ആയ ടൈഗർ പിസ്റ്റോൾ ഷ്രിമ്പ് എന്ന ജീവി ആണ് ഏറ്റവും കൂടുതൽ ശബ്ദം ഉണ്ടാക്കാൻ കഴിവുള്ള ജീവി. ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള പക്ഷി ആണ് ഒട്ടക പക്ഷി. ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള പക്ഷി ആണ് ഒട്ടക പക്ഷി. ഓർക്കിഡുകളുടെ റാണി എന്നറിയപ്പെടുന്നത് കാറ്റലീന. കാറ്റലീന ആണ് ഓർക്കിഡുകളുടെ റാണി എന്ന് അറിയപ്പെടുന്നത്. രാജാക്കന്മാരുടെ വിഷം എന്ന് അറിയപ്പെടുന്നത് ആർസനിക്. ആർസനിക് ആണ് രാജാക്കന്മാരുടെ വിഷം എന്ന് അറിയപ്പെടുന്നത്. 2018 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിലെ ഫെയർ പ്ലേ അവാർഡ് നേടിയത് ഏത് രാജ്യം ആണ്? സ്പെയിൻ. 2018 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിലെ ഫെയർ പ്ലേ അവാർഡ് നേടിയത് സ്പെയിൻ ആണ്. മനുഷ്യ ശരീരത്തിൽ 80ാമതായി കണ്ടെത്തിയ അവയവം ആണ് ഇൻട്രസ്റ്റീഷ്യം. ഇൻട്രസ്റ്റീഷ്യം ആണ് 80ാമതായി മനുഷ്യ ശരീരത്തിൽ കണ്ടെത്തിയ അവയവം. 79ാമതായി മനുഷ്യ ശരീരത്തിൽ കണ്ടെത്തിയ അവയവം ആണ്
മെസെൻറ്ററി. 79ാമത് അവയവം ആണ് മെസെൻറ്ററി. 80ാമത് അവയവം ആണ് ഇൻട്രസ്റ്റീഷ്യം. ഊട്ടി ഹിൽ സ്റ്റേഷൻ കണ്ടെത്തിയത് ആര്? ജോൺ സുള്ളിവാൻ. ജോൺ സുള്ളിവാൻ ആണ് ഊട്ടി ഹിൽ സ്റ്റേഷൻ കണ്ടെത്തിയത്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് എന്ന്? 1995. 1995 ആണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ നിലവിൽ വന്നത്. വിയ്യൂർ ജയിൽ സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിൽ ആണ്? തൃശൂർ. തൃശൂർ ജില്ലയിൽ ആണ് വിയ്യൂർ ജയിൽ സ്ഥിതി ചെയ്യുന്നത്. കടലുണ്ടി ട്രെയിൻ അപകടം നടന്ന വർഷം? 2001. 2001 ആണ് കടലുണ്ടി ട്രെയിൻ അപകടം നടന്നത്. റഷ്യ, ചൈന എന്നീ രാജ്യങ്ങളുടെ അതിർത്തി ആയ നദി ആണ് അമൂർ. അമൂർ എന്ന നദി ആണ് റഷ്യ, ചൈന എന്നീ രാജ്യങ്ങളുടെ അതിർത്തി ആയ നദി. ദലൈലാമയ്ക്ക് സമാധാന നോബൽ ലഭിച്ച വർഷം? 1989. 1989 ആണ് ദലൈലാമയ്ക്ക് സമാധാനത്തിനുള്ള നോബൽ ലഭിച്ച വർഷം. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ആണ് കർണാടക. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ആണ് കർണാടക. ചിത്രക്കോട്ട് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡിൽ ആണ് ചിത്രക്കോട്ട് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഗവർണറായി നിയമിതനായത് ആര്? സ്വരാജ് കൗശൽ. 37ാം വയസ്സിൽ മിസോറാമിലെ ഗവർണർ ആണ് സ്വരാജ് കൗശൽ. ഇന്ത്യയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഗവർണർ ആണ് സ്വരാജ് കൗശൽ.